ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അപ്സ്റ്റോക്സിൽ എങ്ങനെയാണ് മൊബൈൽ ഫോൺ ഉപയോഗിച്ച് ഫ്രീ ആയി ഒരു ട്രേഡിംഗ് ആൻഡ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാമെന്ന് നോക്കാം. നിരവധി ആളുകൾ റിക്വസ്റ്റ് ചെയ്ത കാര്യമാണ്. അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിൽ കഴിഞ്ഞിടെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പോഴത്തെ ഏറ്റവും പുതിയതായിട്ടുള്ള രീതിയിൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ്സിന്റെ വീഡിയോ ചെയ്യാമോ എന്നതാണ്. ഈ ലേറ്റസ്റ്റ് പ്രോസസ്സ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ പലരും പറയുന്ന പോലെയുള്ള മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലാതെ എളുപ്പത്തിൽ 5 മിനിറ്റ് കൊണ്ട് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാവുന്നതാണ്. കാരണം പഴയ രീതിയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ ശ്രമിച്ച പലരും ഇതുപോലെ അക്കൗണ്ട് തുടങ്ങാനാവാതെ ശ്രമം പാതി വഴിയിൽ ഉപേക്ഷിച്ചതായി പല വീഡിയോയ്ക്കും താഴെ കമന്റ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് പുതിയതായി അക്കൗണ്ട് തുടങ്ങുന്നവർ ഇപ്പോഴത്തെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള രീതിയിൽ അക്കൗണ്ട് തുടങ്ങുവാൻ ശ്രദ്ധിക്കുക. പുതിയതായി അക്കൗണ്ട് തുടങ്ങുവാനുള്ള ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും താഴെ കമന്റ് ബോക്സിലും കൊടുത്തിട്ടുണ്ട്. അതിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ അപ്സ്റ്റോക്സിന്റെ ഏറ്റവും പുതിയ വെബ്സൈറ്റിൽ എത്തിച്ചേരാവുന്നതാണ്. അതിനായി ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ ഇവിടെ ജസ്റ്റ് ഇതുപോലെ ടച്ച് ചെയ്ത് അപ്സ്റ്റോക്സ് അക്കൗണ്ട് ഓപ്പണിംഗ് ലിങ്ക് എന്ന് എഴുതിയതിന് താഴെ ഈ ബ്ലൂ കളറിൽ കാണുന്ന ലിങ്കിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ആയി അപ്സ്റ്റോക്സിന്റെ അക്കൗണ്ട് ഓപ്പണിംഗ് പേജിൽ എത്തിച്ചേരാവുന്നതാണ്. ബാക്കി പ്രോസസ് എല്ലാവർക്കും കുറച്ചുകൂടി വലുപ്പത്തിലും വ്യക്തമായും കാണിക്കുന്നതിനായി ലാപ്ടോപ്പിലാണ് ചെയ്യുന്നത്. ഫോണിൽ അക്കൗണ്ട് തുടങ്ങുന്നവരും ഈ സെയിം പ്രോസസ് തന്നെയാണ് ഫോളോ ചെയ്യേണ്ടത്. ഇവിടെ ആദ്യം എൻ്റർ യുവർ മൊബൈൽ നമ്പർ എന്നയിടത്ത് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഓപ്പൺ ഫ്രീ ഡിമാറ്റ് അക്കൗണ്ട് എന്നയിടത്ത് ടച്ച് ചെയ്താൽ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആയി വരുമ്പോൾ താഴെ ഗെറ്റ് OTP എന്നയിടത്ത് ടച്ച് ചെയ്യുക. അപ്പോൾ ഇവർ 6 ഡിജിറ്റ് OTP നമ്മൾ കൊടുത്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് അയച്ചിരുന്നതാണ്. അത് തെറ്റുകൂടാതെ ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. അതേ തുടർന്ന് മെയിൽ ID വെരിഫൈ ചെയ്യേണ്ട പേജിലാണ് എത്തിച്ചേരുന്നത്. താഴെ കണ്ടിന്യൂ വിത്ത് ഇമെയിൽ എന്നയിടത്ത് ടച്ച് ചെയ്ത് എൻ്റർ ഇമെയിൽ ID എന്നയിടത്ത് മെയിൽ ID കൊടുത്ത ശേഷം താഴെ ഗെറ്റ് OTPയിൽ ടച്ച് ചെയ്താൽ ഇവർ 6 ഡിജിറ്റ് OTP നമ്മുടെ മെയിലിലേക്ക് അയച്ചിരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ പേഴ്സണൽ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്യേണ്ട പേജിലാണ് എത്തിച്ചേരുന്നത്. ആദ്യം മാരിറ്റൽ സ്റ്റാറ്റസ്, സിംഗിൾ ആണോ മാരീഡ് ആണോ എന്ന് സെലക്ട് ചെയ്യുക. അടുത്തത് ട്രേഡിംഗ് ഓർ ഇൻവെസ്റ്റിംഗ് എക്സ്പീരിയൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഇഷ്ടമുള്ളത് കൊടുക്കാം. നെക്സ്റ്റ് ഒക്കുപേഷൻ ആണ്. അനുയോജ്യമായത് സെലക്ട് ചെയ്യുക. ഇനി ആനുവൽ ഇൻകം ആണ്. ഇതും അനുയോജ്യമായത് സെലക്ട് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അടുത്ത പേജിൽ ഡിക്ലറേഷൻ ആണ് ചോദിക്കുന്നത്. ഐ പേ ടാക്സസ് ഇൻ ഇന്ത്യ. ഇവിടെ എല്ലായിടത്തും ഡിഫോൾട്ട് ആയി ടിക്ക് ഉണ്ട്. അപ്പോൾ ഇവയെല്ലാം ഒന്ന് വായിച്ചു നോക്കിയിട്ട് ടിക്ക് ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തി താഴെ കണ്ടിന്യൂ ബട്ടണിൽ ടച്ച് ചെയ്യുക. അടുത്ത പേജിൽ പാൻ കാർഡ് ഡീറ്റെയിൽസ് ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. എൻ്റർ യുവർ പാൻ എന്നയിടത്ത് ടച്ച് ചെയ്ത് പാൻ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത് അതിന് താഴെ എൻ്റർ ഡേറ്റ് ഓഫ് ബർത്ത് എന്നയിടത്ത് ഡേറ്റ് ഓഫ് ബർത്തും ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ പാൻ കാർഡ് ഹോൾഡറിന്റെ നെയിം ഇവിടെ വരുന്നതാണ്. സ്പെല്ലിംഗ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് കൺഫേം കൊടുക്കുമ്പോൾ നെക്സ്റ്റ് പേജിൽ അഡ്രസ് ഡീറ്റെയിൽസ് വരുന്നതാണ്. അത് ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പ്രൊസീഡ് ബട്ടണിൽ ടച്ച് ചെയ്യുമ്പോൾ സെൽഫി ഫോട്ടോ എടുക്കേണ്ട പേജിലാണ് വരുന്നത്. ഇവിടെ ക്യാമറ പെർമിഷൻ അലോ കൊടുത്തിട്ട് ടേക്ക് എ ഫോട്ടോ എന്നയിടത്ത് ടച്ച് ചെയ്ത് വളരെ ക്ലിയർ ആയിട്ടുള്ള ഒരു ഫോട്ടോ എടുക്കുക. അടുത്തത് ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ആണ്. 2 രീതിയിൽ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ചെയ്യാവുന്നതാണ്. ആദ്യത്തേത് വെരിഫൈ വിത്ത് UPI എന്നത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ സെക്യൂർലി വിത്ത് UPI കൊടുത്താൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്തിരിക്കുന്ന UPI ആപ്പുകളായ ഗൂഗിൾ പേ, ഫോൺ പേ എന്നീ ആപ്പുകളിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നതാണ്. അത് നിങ്ങൾ ഓപ്പൺ ചെയ്ത് അപ്രൂവ് കൊടുത്താൽ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്ന് ₹1 ഡെബിറ്റ് ചെയ്യുകയും ആ ₹1 ഇവർ തിരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരികയും ചെയ്യുന്നതോടെ ബാങ്ക് അക്കൗണ്ട് ലിങ്ക് ആകുന്നതാണ്. അതല്ല ഡീറ്റെയിൽസ് മാനുവലി ആഡ് ചെയ്യേണ്ടതെങ്കിൽ ആഡ് ഡീറ്റെയിൽസ് മാനുവലി എന്ന ഇടത്ത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുത്താൽ ഇതുപോലെ ബാങ്ക് ഡീറ്റെയിൽസ് ചോദിക്കുന്നതാണ്. ആദ്യത്തെ കോളത്തിൽ എൻ്റർ അക്കൗണ്ട് നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. സെയിം അക്കൗണ്ട് നമ്പർ താഴെയും റീ എൻ്റർ അക്കൗണ്ട് നമ്പർ എന്ന ഇടത്ത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി IFSC കോഡ്. ഇത് അറിയത്തില്ലെങ്കിൽ പാസ്ബുക്കിൽ ഇതിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അത് നോക്കി ഇവിടെ ടൈപ്പ് ചെയ്താൽ മതി. ഇനി അക്കൗണ്ട് ഹോൾഡർ നെയിം. അടുത്തത് അക്കൗണ്ട് ടൈപ്പ്, കറന്റ് ആണോ സേവിങ്സ് ആണോ എന്നത് സെലക്ട് ചെയ്ത് കണ്ടിന്യൂ കൊടുക്കുക. ഇത് ലിമിറ്റഡ് പീരീഡ് ഓഫർ ആണ്. താഴെ കണ്ടിന്യൂ കൊടുത്താൽ പ്ലാൻ സെലക്ട് ചെയ്യാനുള്ള പേജിലാണ് എത്തുന്നത്. ഇത് ഇപ്പോൾ അപ്സ്റ്റോക്സ് പുതിയതായി ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ഒരു ഫീച്ചർ ആണ്. ബേസിക് ചൂസ് ചെയ്യേണ്ടവർക്ക് ബേസിക് ചൂസ് ചെയ്യാവുന്നതാണ്. തുടക്കക്കാർക്ക് ബേസിക് ആയിരിക്കും അനുയോജ്യം. ഞാൻ ഇവിടെ ചൂസ് പ്ലസ് എന്നതാണ് കൊടുക്കുന്നത്. കാരണം കുറെ ഫീച്ചറുകളും അൺലിമിറ്റഡ് അക്സസുകളും ഇവർ ഇവിടെ ഫ്രീ ആയി പ്ലസിൽ കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ചൂസ് പ്ലസ് കൊടുക്കുകയാണ്. അതിനുശേഷം ഇവിടെ ഓക്കെ കൊടുത്താൽ നെക്സ്റ്റ് പേജിൽ സിഗ്നേച്ചർ ആണ് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. ഇവിടെ സിഗ്നേച്ചർ അപ്ഡേറ്റ് ചെയ്യാൻ 2 ഓപ്ഷൻ ഉണ്ട്. ആദ്യത്തേത് ഒരു വെള്ള പേപ്പറിൽ സൈൻ ചെയ്തതിന്റെ ഫോട്ടോ എടുത്ത് ഇവിടെ അപ്ലോഡ് ചെയ്യുന്ന രീതി. രണ്ടാമത്തേത് ഡ്രോ സിഗ്നേച്ചർ എന്ന ഇടത്ത് ടച്ച് ചെയ്ത് വിരലിന്റെ തുമ്പ് ഉപയോഗിച്ച് ടച്ച് സ്ക്രീനിൽ ടച്ച് ചെയ്തുകൊണ്ട് ഡിജിറ്റലി സൈൻ ചെയ്യുക. സൈൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ താഴെ എറേസ് ഓൾ കൊടുക്കുക. അപ്പോൾ വൺസ് സൈൻ ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുത്താൽ സെഗ്മെന്റ് സെലക്ട് ചെയ്യുന്ന പേജിലാണ് എത്തുന്നത്. ആക്റ്റീവ് ഓൾ ഫോർ ഫ്രീ എന്നത് ടച്ച് ചെയ്യുകയാണെങ്കിൽ എല്ലാ സെഗ്മെന്റും ഫ്രീ ആയി ആക്റ്റീവ് ചെയ്യാവുന്നതാണ്. എല്ലാ സെഗ്മെന്റും ആക്ടിവേറ്റ് ചെയ്യുന്നതിനായി നമുക്ക് ഇൻകം പ്രൂഫ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. ലാസ്റ്റ് 6 മന്തിലെ ബാങ്ക് സ്റ്റേറ്റ്മെന്റോ ITR ഫയൽ ചെയ്തതിന്റെ കോപ്പിയോ ഇവിടെ അപ്ഡേറ്റ് ചെയ്യേണ്ടതുണ്ട്. അതിപ്പോൾ കയ്യിലില്ലെങ്കിൽ കസ്റ്റമൈസ് എന്ന ഇടത്ത് ടച്ച് ചെയ്ത് ഇക്വിറ്റി, മ്യൂച്വൽ ഫണ്ട് ആൻഡ് IPO മാത്രം സെലക്ട് ചെയ്യുക. വൺസ് അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷവും ഈ സെഗ്മെന്റുകളൊക്കെ എളുപ്പത്തിൽ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇവിടെ താഴെ ആക്റ്റീവ് സെലക്ടഡ് സെഗ്മെന്റ് കൊടുക്കുക. അടുത്തതായി നോമിനിയെ ആഡ് ചെയ്യേണ്ട പേജിലാണ് എത്തുന്നത്.
അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷമേ നോമിനിയെ ആഡ് ചെയ്യുന്നുള്ളൂ എങ്കിൽ ഇവിടെ ജസ്റ്റ് ഓപ്ഷൻ ഔട്ട് എന്നത് ടച്ച് ചെയ്യുക. അതല്ല, ഇപ്പോൾ നോമിനിയെ ആഡ് ചെയ്യണമെങ്കിൽ ഓപ്ഷൻ ഇന്നിൽ ടച്ച് ചെയ്ത് ഇവിടെ നോമിനിയുടെ ഡീറ്റെയിൽസ് ഒക്കെ ചോദിക്കുന്നുണ്ട്, അവയൊക്കെ തെറ്റുകൂടാതെ ടൈപ്പ് ചെയ്ത ശേഷം താഴെ കണ്ടിന്യൂ കൊടുക്കുക. ഞാൻ ഇവിടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്ത ശേഷമേ നോമിനിയെ ആഡ് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ട് ഞാൻ ആഡ് ലേറ്റർ കൊടുക്കുകയാണ്. ഇപ്പോൾ ആപ്ലിക്കേഷൻ സൈൻ ചെയ്യാനുള്ള ഫൈനൽ സ്റ്റെപ്പിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ താഴെ സൈൻ ആപ്ലിക്കേഷൻ എന്ന ഇടത്ത് ടച്ച് ചെയ്യുമ്പോൾ നെക്സ്റ്റ് പേജ് ഇതുപോലെ ഓപ്പൺ ആവുകയും ഇവിടെ ഐ ഹാവ് റീഡ് ദ ഡോക്യുമെന്റ് എന്ന കോളത്തിൽ ടിക്ക് ചെയ്ത ശേഷം സൈനിൽ ടച്ച് ചെയ്യുമ്പോൾ ഇതുപോലെ ഡയറക്റ്റ് ആയി NSDLന്റെ സൈറ്റിൽ എത്തുന്നതാണ്. VID ആധാർ എന്ന ഇടത്ത് ആധാർ കാർഡ് നമ്പർ ടൈപ്പ് ചെയ്ത ശേഷം ഐ ഹാവ് ഹിയർ ബൈ എന്ന കോളത്തിൽ ടിക്ക് ചെയ്ത് താഴെ സെൻഡ് OTPയിൽ ടച്ച് ചെയ്താൽ ഇവർ ആധാർ കാർഡുമായി ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈലിലേക്ക് 6 ഡിജിറ്റ് OTP മെസ്സേജ് അയച്ചു തരുന്നതാണ്. അത് ഇവിടെ ടൈപ്പ് ചെയ്ത ശേഷം വെരിഫൈ OTPയിൽ ടച്ച് ചെയ്താൽ അക്കൗണ്ട് ഓപ്പണിംഗ് പ്രോസസ് ടോട്ടലി കംപ്ലീറ്റ് ആവുന്നതാണ്. 3 ദിവസത്തിനുള്ളിൽ അപ്സ്റ്റോക്സ് അക്കൗണ്ട് ക്രിയേറ്റ് ആയിട്ടുണ്ട് എന്ന മെസ്സേജ് അയച്ചു തരുന്നതാണ്. അതിനുശേഷം പ്ലേ സ്റ്റോറിൽ നിന്ന് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്.